ബഹുമാനരായ എല്ലാ ദൈവത്തിന്റെ ജനത്തിനുമായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവിന്റെ ദാസൻ ശുശ്രൂഷയിലായിരിക്കുന്നു. ആമേൻ. തന്റെ ദാസന്റെ യാത്രകളെയും ശുശ്രൂഷകളെയും ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഇപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കുവാൻ ദൈവം അല്പസമയം തരുന്നല്ലോ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം. സ്തോത്രം. അതിന്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചപ്പോൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ അന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. ഞാൻ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യങ്ങൾ മുതൽ പറയുമ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും പെട്ടെന്ന് കുറച്ച് ഉപദേശങ്ങളായി തോന്നുകയും ചെയ്യും. എന്നാൽ 1-2 അധ്യായങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ 2-ാമത്തെ അധ്യായം നിങ്ങൾ കേൾക്കുന്നത് വെറും കുറച്ച് ഉപദേശങ്ങൾ കേൾക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതല്ല നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്നത്. മെയിനായി കർത്താവിനോട് നമുക്ക് അടുക്കാൻ കാരണമാകുന്നത് 1-2 അധ്യായങ്ങളാണ്. സ്തോത്രം. അത് നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഒരു പക്ഷേ താരതമ്യേന മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ മനസ്സിലാക്കിയാൽ കർത്താവിനോട് വലിയ സ്നേഹം തോന്നുകയും എന്താണ് രക്ഷയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഭാഗങ്ങളാണ് ഞാൻ ആദ്യം 4 വരെയുള്ള വേദഭാഗങ്ങളിൽ 3-4 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നും പറഞ്ഞത്. സ്തോത്രം. ആ വാചകങ്ങളും വചനങ്ങളും ഒരുപക്ഷെ ദൈവവചനം നന്നായി മനസ്സിലാക്കുന്ന വർഷങ്ങളായി ദൈവവചനം വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് തീർച്ചയായും ഇതിൽ ഭൂരിപക്ഷം ദൈവമക്കൾക്കും മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ എന്നേക്കാൾ കുറച്ചുകൂടി അതിനകത്ത് ആട് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കിയവരുണ്ടായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനത് തീർച്ചയായും മനസ്സിലാക്കുന്നു. സ്തോത്രം. എന്നാൽ അതിൽ ആർക്കെങ്കിലും പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ ഈ 5 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളെ വേദനപ്പെടുത്തും. എന്തൊക്കെയോ ദൈവം അടിക്കുന്നു അല്ലെങ്കിൽ ദൈവം വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ നരകത്തിൽ പോവോ? നരകത്തിൽ പോകുന്ന കാര്യമേ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. 5-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ആ വാചകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയതാണ്. ഒരിക്കൽ കൂടെ ആ വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ആമേൻ. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഓൾറെഡി മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ വിശ്വസിച്ച് മരിച്ചെന്ന് നമ്മൾ പൂർണ്ണമായി അത് മനസ്സിലാക്കുവാൻ, അത് അംഗീകരിക്കുവാൻ ഈ അവയവങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്നാണ് ദൈവദാസന്റെ ആഗ്രഹം. അല്ലെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ സ്പീഡിൽ ഞാൻ പറഞ്ഞു തീർക്കുകയായിരുന്നു. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോളം ആ ഭാഗങ്ങൾ എത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതിനകത്ത് പ്രത്യേകമായി ഞാൻ ആദ്യത്തെ ദുർനടപ്പ് എന്ന ഭാഗമാണ് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അത് നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിന് വിടുകയാണ്. സ്തോത്രം. കാരണം അതിനെ കൂടുതലായി ഇനി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നേക്കാൾ ദൈവവചനം അറിയാവുന്നവരും ഭക്തിയോടെ ജീവിക്കുന്നവരുമാകയാൽ ആ പാപങ്ങളെ, പിന്നെ ഞാൻ ഇത് ചിന്തിക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ തരത്തിലുള്ള പാപങ്ങളായാലും കേവലം ടീനേജിൽ മാത്രം സംഭവിക്കുന്ന ഒരു പാപമല്ല. സ്തോത്രം. ചില ആളുകൾ ടീനേജിൽ വളരെ സാക്ഷ്യത്തോടെയും പക്വതയോടെയും ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ടീനേജിന്റെ ജീവിതം വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കരുത്, ഞാൻ ഇങ്ങനെ തന്നെ അവസാനം വരെ ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും എന്താണ് പറയുന്നത്, നമ്മള് ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്. സ്തോത്രം. കാരണം ചിലപ്പോൾ ടീനേജ് കഴിഞ്ഞിട്ട് 30 വയസ്സാകുമ്പോഴായിരിക്കാം ഇതിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാപത്തിലേക്ക് കടന്നു പോകാനുള്ള വഴികളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കാം. സ്തോത്രം. അല്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 40-45 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. എൻ്റെ കൊച്ചു ശുശ്രൂഷ ജീവിതത്തിന്റെ അവസരത്തിൽ പറഞ്ഞാൽ ചില പ്രായമായവർക്ക് പോലും പിന്നീട് ഈ പാപത്തിൽ വീണുപോയവരായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഇതിലെല്ലാം ജയിച്ചു എന്ന് പറയുവാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല എന്ന വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഇത് അത്രത്തോളം ദൈവവചനം സീരിയസ് ആയി പറയുന്നത് കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 5, 6, 7 അധ്യായങ്ങളൊക്കെ നിങ്ങളൊന്ന്
വായിച്ച അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗങ്ങളാണ്. അതിനകത്തൊക്കെ ഇത് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ കൂടി നമ്മളോട് സംസാരിക്കേണ്ട വചനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സീരിയസ് ആയി മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഇനി നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ഞാൻ എപ്പോഴും വചനം പറയുന്നത് പോലെ, വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമുക്കാർക്കും, എനിക്കും, പ്രസംഗിക്കുന്ന എനിക്കും എൻ്റെ കൃപ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൃപ കൊണ്ടോ നമുക്ക് ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. കർത്താവ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടത്തി വിടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടി ദൈവം നമുക്ക് വിടുതലുകൾ തരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും കപ്പാസിറ്റി കൊണ്ടല്ല. സ്തോത്രം. വലിയ കൺട്രോൾ ചെയ്യുവാനുള്ള പവർ കൊണ്ടൊന്നുമല്ല. സ്തോത്രം. നമ്മൾ കേവലം മനുഷ്യരാണ്. സ്തോത്രം. ഏത് അവസ്ഥകളിൽ കൂടിയും കടന്നു പോകാൻ കർത്താവിന്റെ കൃപയില്ലെങ്കിൽ സാധ്യതയുള്ളവരാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെയും പാപങ്ങളിൽ വീണുപോയവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് കഴിയട്ടെ. ഒരുപക്ഷെ നമ്മൾ വീണവരല്ലെങ്കിലും സ്തോത്രം, വീണവരെ കാണുമ്പോൾ അവരൊക്കെ ആ പാപത്തിൽ വീണതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാതെ, കുറ്റം പറയാതെ, നമുക്കും ഈ പാപങ്ങളെ നാളെ സംഭവിക്കാം, കൃപയില്ലെങ്കിൽ, ദൈവം കൃപ തന്നില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ 5 പാപങ്ങളും ഏകദേശം നമ്മൾ അതിൻ്റെതായ നിലവാരത്തിൽ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാരീരികപരമായ പാപങ്ങളുമായി വളരെ ചേർന്ന് കിടക്കുന്ന പാപങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. അടുത്ത വാക്കാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കാതെ ജസ്റ്റ് ആ പോയിന്റ് എന്താണ് എന്നൊന്ന് പറഞ്ഞ് ഞാൻ അത് വിട്ട് മുന്നോട്ട് കടന്നു പോകാനാണ് ഇന്ന് രാത്രികാലം താല്പര്യപ്പെടുന്നത്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അതിരാഗം, ദുർനടപ്പ്, അശുദ്ധി എന്ന വാക്കാണ്. സ്തോത്രം. ശാരീരികപരമായോ ധാർമ്മികപരമായിട്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശുദ്ധതയില്ലാത്ത പ്രവർത്തികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളെയോ ആണ് അശുദ്ധി എന്ന വാക്കുകൊണ്ട് ആ വാചകത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അശുദ്ധി, ഞാൻ ഈ താഴോട്ടുള്ള വാചകങ്ങൾ പറയുന്നതിന് മുമ്പായി തന്നെ പറയട്ടെ, താഴോട്ട് അശുദ്ധി എന്നും അതിരാഗമെന്നും ദുർമോഹമെന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, അതിൽ തുടർന്നാൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും ദുർനടപ്പിലേക്ക് തന്നെയാണ്. സ്തോത്രം. നമ്മുടെ അകത്ത് സംഭവിക്കുന്ന ഈ തരത്തിലുള്ള മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുവാൻ, നമ്മുടെ ചിന്തകളെ അതിന് മുകളിൽ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിൽ ആസ്വദിക്കാൻ നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ അത് പതുക്കെ 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 നമ്മളെ ദുർനടപ്പിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കരുത്, നമുക്കാർക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് തുറന്ന് ചിന്തിക്കുന്നവരാകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുറന്ന് പറയട്ടെ. സ്തോത്രം. നമുക്കാർക്കും ഇങ്ങനെയുള്ള ഒരു ചിന്ത ഒരിക്കലും വരില്ലെന്നല്ല ബൈബിൾ പറയുന്നത്. സ്തോത്രം. വരാം, പ്രത്യേക ടീനേജിലുള്ള കാലഘട്ടങ്ങളിൽ സ്തോത്രം നമുക്ക് വരാം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിവിധ കാലഘട്ടങ്ങളിൽ നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല ഹോർമോണൽ വ്യതിയാനങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മൾ വന്നാൽ ഉടനെ നമ്മളെ ദൈവം അടിക്കുമെന്ന് ബൈബിളിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. എന്നാൽ ഈ ചിന്തകൾ നമ്മൾ വന്നിട്ട് അവിടുത്തെ സഭയ്ക്ക് സംഭവിച്ചതുപോലെ അവർ അതിൽ സന്തോഷിക്കുകയും അല്ലെങ്കിൽ അതവർക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു നുറുക്കം, സത്യത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടി ഒരു ആത്മീക മനുഷ്യൻ കടന്നു പോകുമ്പോൾ അകത്തൊരു വിളയലാണ്. സ്തോത്രം. അകത്ത് ഒരു നുറുക്കമാണ്. സ്തോത്രം. അകത്ത് പാടില്ല എന്നൊരു ചിന്താ മനോഭാവത്തിലേക്ക് തന്നെ നമുക്ക്, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന, അതിൽ ആസ്വദിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ലക്ഷ്യമാക്കി ക്രിസ്തുവിൽ ഈ മനോഭാവം ഇല്ലായിരുന്നു എന്നുള്ള ബോധ്യത്തിൽ ദൈവം നമ്മളെ അതിൽ നിന്ന് തിരികെ വരുവാൻ സഹായിക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ അശുദ്ധിയെ, ആ അവയവത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തെ നിങ്ങൾ മരിച്ചു എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ അത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് നമ്മളെ വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. സ്തോത്രം. അടുത്തതാണ് അതിരാഗം. സ്തോത്രം. പാഷൻ, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ അല്ലെങ്കിൽ കടിഞ്ഞാണിടുവാൻ കഴിയാത്ത രീതിയിലുള്ള മോഹങ്ങൾ, കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള മോഹങ്ങൾ, പ്രത്യേകിച്ച് ഈ പാപത്തോട് ചേർത്ത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ അതൊരു വലിയ ഡേഞ്ചറിലാണ് നമ്മൾ. സ്തോത്രം. നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാനസിക അവസ്ഥ കടന്നുപോയെങ്കിൽ ക്രിസ്തുവിന്റെ
ലക്ഷ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഉയരത്തിലുള്ള കാര്യത്തിൽ ആസ്വദിക്കുന്നതിൽ നിന്നും നമ്മൾ എവിടെയോ മാറിപ്പോയി എന്നൊരു സത്യം നമ്മൾക്ക് മനസ്സിലാകും. സ്തോത്രം. കാരണം അമിതമായ ആഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾക്ക് മറ്റൊരു രീതിയിൽ അവസാനം നമുക്ക് ചിന്തിക്കാം. ഭൂമിയിലുള്ളതിനെ കുറിച്ചും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ ഞാൻ ഇന്ന് ഈ ഭാഗത്തെ ആദ്യം പറഞ്ഞ ഭാഗവുമായി കണക്ട് ചെയ്ത് പറഞ്ഞാൽ, നമുക്ക് അമിതമായി കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്തൊരു ചിന്തയിലേക്ക്, ഒരു മോഹത്തിലേക്ക്, പ്രകൃതി വിരുദ്ധമായ ചിന്തകളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നെങ്കിൽ അവിടെ തന്നെ അതിനെ മനസ്സിലാക്കുക. അത് മരിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ തരട്ടെ. ഓൾറെഡി മരിച്ചതാണത്. സ്തോത്രം. അത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമുക്ക്. ഇത് പ്രത്യേകമായി നമ്മളൊരു എഫേർട്ട് എടുക്കുന്നതല്ല, നമ്മൾ വിശ്വസിക്കുകയാണ്. സ്തോത്രം. താഴോട്ട് നമുക്ക് ഇന്ന് വന്ന് അവസാനിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഒരു താഴോട്ട് 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായി എന്താണ് ഈ മരിപ്പിക്കുക എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ തന്നെ ഈ കൊലോസ് ലേഖനത്തിൽ തന്നെ അതിന്റെ അർത്ഥം കുറച്ചുകൂടി വിശാലമാക്കി പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്തോത്രം. ദുർമോഹത്തെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതിന്റെ മറ്റൊരു ഭാഗം മറ്റൊരു ചിന്തയും കൂടെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. രണ്ടാമത് പിന്നീട് പറയുന്നത് അതിരാഗത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് ദുർമോഹം, വിലക്കപ്പെട്ടവയോടുള്ള മോഹം, അല്ലെങ്കിൽ അതിനോടുള്ള തീവ്രമായ ചിന്തകൾ. സ്തോത്രം. തീവ്രമായ, ഏകദേശം രണ്ടും സമമായി വരുന്നത് പോലെ തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭാഗമാണ് ദുർമോഹം. സ്തോത്രം. ഈ ദുർമോഹത്തെ പറ്റി ബൈബിളിൽ ഒത്തിരി ഭാഗങ്ങൾ പഴയ നിയമത്തിൽ തന്നെയുമുണ്ട്. സ്തോത്രം. അത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ദുർമോഹങ്ങളിലും കടന്നുപോയാൽ അതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിൽ ആസ്വദിക്കുന്നവരായാൽ തീർച്ചയായിട്ടും അത് നമ്മളെ പതുക്കെ പതുക്കെ കർത്താവിൽ നിന്ന് അകറ്റുകയും നമ്മളെ വലിയ പാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. സ്തോത്രം. ഈ ചിന്തകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതിൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ, അതിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നാൽ, അത് നമ്മുടെ സന്തോഷമായിക്കൊണ്ടിരുന്നാൽ, നമ്മൾ ഉയരത്തിലുള്ളതല്ല ചിന്തിക്കുന്നത്, ഭൂമിയിലുള്ളത് മരിപ്പിക്കുന്നില്ല, അത് നമ്മൾ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തത് പറയാൻ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, അമിതമായ ആഗ്രഹം. സ്തോത്രം. അമിതമായ സ്തോത്രം വഞ്ചിച്ചെടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൂഷണം ചെയ്താലും കുഴപ്പമില്ല, എനിക്കത് നേടിയെടുക്കണമെന്നുള്ള അമിതമായ ആഗ്രഹമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. ആ ആഗ്രഹവും എല്ലാ പാപത്തിന്റെ ലിസ്റ്റിലേക്ക് നോക്കിയാലും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് എന്ന് മനസ്സിലാക്കട്ടെ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ചില പാപങ്ങളെ മറ്റൊരു രീതിയിലേക്ക് ചിന്തിച്ചാൽ, ദുർമോഹം അത്യാഗ്രഹവും ഒക്കെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, തീവ്രമായ പാപത്തിന് വേണ്ടി തീവ്രമായി ഭൂമിയിലുള്ളതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥ, എങ്ങനെയെങ്കിലും ഭൂമിയിലുള്ളത് നേടിയെടുക്കണമെന്നുള്ള അതിയായ അത്യാഗ്രഹം, ഇത് രണ്ടും നമുക്ക് ശാരീരികമായ പാപങ്ങളെ മാറ്റിവെച്ച് ലോകത്തിന്റെ മോഹത്തിലേക്ക് പോകുന്നതുമായി ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും വളരെ ശക്തമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയാതെ വീണുപോകാൻ സാധ്യതയുള്ളതുമായ ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. സ്തോത്രം. കാരണം ലോകത്തെ പലപ്പോഴും നമ്മൾ വളരെ സന്തോഷ മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടേ, നമുക്ക് ആവശ്യമല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആവശ്യങ്ങളെ പലപ്പോഴും വലിയ മോഹങ്ങളായി ഡൈവേർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ പോലും അറിയാതെ. അത് കിട്ടുന്നില്ലെങ്കിൽ സന്തോഷമില്ല. മൊബൈൽ ഒരു ദിവസം ചാർജ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന വസ്തു ആരെങ്കിലും നമ്മളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു ആവലാതി ഉണ്ടാകുന്നു, ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമുക്ക് വലിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനകത്തൊരു വലിയ ഭാരം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലും ഞാനൊരിക്കൽ ഒരു രാത്രികാലം പ്രസംഗിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. യേശുവിന്റെ അടുക്കൽ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, എനിക്ക് വസ്തുവക എനിക്ക് പകുത്തു തരുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ യേശു കർത്താവ് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വസ്തു വീതിച്ചു തരുവാൻ വന്ന ന്യായാധിപനാക്കി വെച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ട് യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യന് ഒത്തിരി നന്മകൾ ഉണ്ടായി, അതെല്ലാം കൂട്ടിവെച്ചതിന് ശേഷം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന വല്ലാത്ത മനുഷ്യരുടെ ഭാവത്തെപ്പറ്റി യേശു കർത്താവ് പറഞ്ഞു വെക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അമിതമായി ലോകത്തെയും ലോകത്തിനുള്ളതിനെയും കൊതിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അത് വലുതായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഭൂമിയിൽ ഉള്ളതിനെ മരിപ്പിക്കുവാൻ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ്. അതൊരു നല്ല മനോഭാവമല്ല ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മനസ്സിലാക്കുവാൻ ദൈവ
ദൈവസന്നിധിയിൽ കഴിയട്ടെ. സ്തോത്രം. ഭൂമിയിലുള്ളതിലേക്ക് അമിതമായ മോഹം വരുന്നെങ്കിൽ അത് ഏതെങ്കിലും രാജ്യത്തെ പറ്റിയായാലും, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്തിൽ എത്തിക്കണം, എങ്ങനെയെങ്കിലും ഒരു നന്മ കാണണം. അതൊരു തെറ്റായ ഒരു ചിന്തയൊന്നുമല്ല, പക്ഷെ അതിനുവേണ്ടി എന്തും ചെയ്യുകയാണ്. തെറ്റായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നു, തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കും അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയല്ല. സ്തോത്രം. ഏതു വിധേനയും നേടിയെടുക്കാൻ അതെല്ലാം അത്യാഗ്രഹത്തിൽ നമുക്ക് പഠിപ്പിക്കുമോ? സ്തോത്രം. ഏതു വിധേനയും നേടിയെടുക്കണം. കുറച്ചൊക്കെ കുഴപ്പമില്ല. അതങ്ങനെ കുറച്ച് കുഴപ്പമില്ലാതാകുന്നത്. ദൈവം എന്നെ സ്തോത്രം ഒരു സ്ഥലത്തേക്ക് ഒരിക്കൽ ഞാൻ ഒരു 4-5 വർഷത്തിന് മുമ്പാണ്, സ്തോത്രം, കൊറോണ വരുന്നതിന് മുമ്പാണ്, സ്തോത്രം, ഒരു നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ദൈവദാസൻ വേറൊരു ദൈവദാസൻ വഴി ബന്ധപ്പെട്ട ഒരു ദൈവദാസനോട് പറഞ്ഞു, നമുക്ക് 3 മാസത്തേക്ക് ഗൾഫിൽ പോയി വിസിറ്റിങ്ങിനായി പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്തോത്രം. അതിന് ദൈവദാസന്റെ പേരും എനിക്ക് മനസ്സിൽ തോന്നി. നമ്മൾ 2 പേരാണ് കടന്നു പോകുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര ദിവസത്തേക്കാണെന്നാണ് പറഞ്ഞത്? അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു 3 മാസത്തേക്കാണ്, 90. ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ല. സ്തോത്രം. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. സ്തോത്രം. അപ്പം ഞാൻ സ്നേഹത്തോടെ, അദ്ദേഹം എന്നെ ഒത്തിരി പരിചയമൊന്നുമില്ല, ഞാൻ വലിയ വിശുദ്ധനാണെന്ന് പറയുകയല്ല കേട്ടോ. സ്തോത്രം. നമ്മൾ വാക്കിൽ തെറ്റാതിരിക്കാൻ പ്രവൃത്തിയിൽ തെറ്റുന്നുണ്ടായിരിക്കാം. സ്തോത്രം. എന്നാൽ അവിടെ ഞാൻ ഈ മോഹവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയുകയാണ്. സ്തോത്രം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നമുക്ക് അവിടെ പോകാം, നമ്മുടെ വിസ ഫ്രീ ആണ്. ഒപ്പം ഇന്ത്യയിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ആൾക്കാരാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഒത്തിരി മീറ്റിംഗ് നമുക്ക് ഇവിടെ ലഭിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വലിയൊരു പ്രസംഗനൊന്നും അല്ല. സ്വത്രം. വേണ്ട, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവദാസനല്ലേ, സാക്ഷ്യം മതി, അത് മാത്രം മതി. സ്വത്രം. വന്നാട്ടെ എന്ന് പറഞ്ഞു. സ്വത്രം. പിന്നീട് ഞാൻ അന്നേരം എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ അടുത്തടുത്ത കാര്യങ്ങൾ പിന്നീട് സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, സാമ്പത്തികത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രയാണിത്. സ്തോത്രം. സ്തോത്രം. പെട്ടെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം എന്നെ ഗേഡ് ചെയ്യുന്നില്ല ദൈവദാസനെ, ഞാൻ വരുന്നില്ല. സ്തോത്രം. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ആ വ്യക്തി അതുമായിട്ട് എന്നോട് പിണങ്ങി. പിന്നെ എന്നെ കണക്ട് ചെയ്ത ദൈവദാസനോട്ടും അദ്ദേഹം ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു പറഞ്ഞു, ഞാൻ അഹങ്കാരിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞു. സ്തോത്രം. അഹങ്കാരത്തിന്റെ അല്ല. സ്തോത്രം. പണം നേടുവാൻ വേണ്ടി ഞാൻ ഇനി 3 മാസത്തേക്ക് എന്റെ ശുശ്രൂഷയും കളഞ്ഞു. സ്തോത്രം. അവന്റെ സുവിശേഷ വേലയുടെ, ഞാൻ ജാർഖണ്ഡിലാണ് അന്നേരം, അവിടെ ഞാൻ ചെയ്യുന്ന എന്റെ കൊച്ചു കൂട്ടായ്മയെ കളഞ്ഞിട്ട് ഞാൻ 3 മാസത്തേക്ക് എന്തിനാ അവിടെ പോകുന്നത്? സ്തോത്രം. അങ്ങനെ എന്തെങ്കിലും നന്മ എന്റെ സുവിശേഷ വേലയിൽ ദൈവത്തിന് തരാൻ എനിക്ക് അങ്ങനെ നന്മയുടെ ആവശ്യമൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ദൈവത്തിനുണ്ടെങ്കിൽ, സ്തോത്രം, ഞാൻ ജാർഖണ്ഡിലായിരുന്നാൽ എനിക്ക് ദൈവം അത് തന്നുകൂടെ? ഞാൻ അതിനു വേണ്ടി ഈ 3 മാസത്തേക്ക് എനിക്കത് ഉൾക്കൊള്ളുവാൻ അല്പമായി കഴിഞ്ഞില്ല. സ്തോത്രം. ദുർമോഹം. ഈ മോഹത്തെ പറ്റിയൊക്കെ 2 പത്രോസിന്റെ ലേഖനത്തിലൊക്കെ ശക്തമായിട്ട് 2-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിൽ അതൊക്കെ ശക്തമായിട്ട് പാപമാണെന്നുള്ള രീതിയിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്രം. ഇന്നത്തെ അവിടെ കള്ളപ്രവാചകന്മാരെ പറ്റിയാണ് പറയുന്നത്. ഇന്നത്തെ പ്രവാചകന്മാരും കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ചില ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ വചനത്തോട് ചേർന്ന് ഇന്ന് നമുക്ക് മോഹം കൊണ്ടുവരുന്നത്, നമുക്ക് അയലത്തുകാരന്റെ വസ്തു മേടിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ നമുക്ക് ചില മെസ്സേജ് കേട്ടാൽ അറിയാതെ തോന്നും, അയലത്തുകാരന്റെ വസ്തുവിൽ പോയി 10 രൂപ കുഴിച്ചിട്ടേക്കാം, എന്നിട്ട് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ വീട്ടിൽ വന്ന് ആ മനുഷ്യൻ അറിയാതെ പോയി കുഴിച്ചിടാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം ആ വസ്തു തരാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വസ്തു വരുന്നതിന് ദൈവവചനമൊന്നും എതിരൊന്നുമല്ല, പക്ഷേ അമിതമായ മോഹത്തിലേക്കാണ്. എന്നും ആ വസ്തു കാണുമ്പോൾ ഒരു വല്ലാത്ത കണ്ണിനൊരു ഒരു കുളിർമ വരുന്നെങ്കിൽ, സ്തോത്രം, ഒരു വല്ലാത്തൊരു ആവേശം വരുന്നെങ്കിൽ, പിന്നീട് അത് പോയി ആവേശത്തിൽ നമ്മൾ തുടർന്നു പോയാൽ ആ മനുഷ്യനുമായിട്ട് ഒരു ദിവസം നമ്മൾ വഴക്കാകും. സ്തോത്രം. അവരോട് വിൽക്കുന്നു എന്ന് ചോദിക്കുക, അവർ പറയും വിൽക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നമ്മൾ പല കൽപ്പനാ ലംഘനങ്ങളും ചെയ്യും. അയൽക്കാരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്ന് ആ മനുഷ്യൻ നമ്മളെ വിട്ട് ഓടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വരത്തക്ക രീതിയിലേക്കാണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്ന കാര്യം കിടക്കുന്നത്. സ്തോത്രം. ഇത് ചില്ലറ ഒരു കൊച്ചു കാര്യമല്ല. സ്തോത്രം. ഈ ഭാഗങ്ങളെ നമുക്ക് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയട്ടെ. അത് വിഗ്രഹാരാധനയ്ക്ക് സമമാണെന്നാണ് പറഞ്ഞത്. ദുർമോഹവും അല്ലെങ്കിൽ ഈ അത്യാഗ്രഹമൊക്കെ. സ്തോത്രം. നമ്മൾ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ അത്യാഗ്രഹത്തിലാണെന്നുള്ള സത്യം നമ്മൾ അറിയാതിരിക്കുന്നു. സ്തോത്രം. എന്റെ കുഞ്ഞിനെ ഏത് വിധേനയും എനിക്ക് എഞ്ചിനീയർ ആക്കണം, എത്ര എക്സാം എഴുതിയിട്ടും പാസ്സാകുന്നില്ല, പിന്നെ എഴുതിച്ചാട്ടെ, പക്ഷേ എങ്ങനെയെങ്കിലും നേടണം. ആർക്കെങ്കിലും പൈസ കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തെറ്റായ വഴിയിലായാലും കുഴപ്പമില്ല, എങ്ങനെങ്കിലും നേടണം. എങ്ങനെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡോക്ടറാക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ സമൂഹത്തിൽ ഒരു ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു ഉയർന്ന നില, അങ്ങനെയൊക്കെ ദൈവം ആക്കുന്നെങ്കിൽ ആക്കട്ടെ. എന്നാൽ അത് അമിതമായ മോഹത്തിലും
തീവ്രമായ ഇച്ഛയോടെയും ആണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളതിൽ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാക്യത്തെ നമ്മുടെ ജീവിതവുമായി പറയേണ്ടി വരും. നമ്മൾ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാതെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള ഭാഗങ്ങളുമായി നമ്മൾ ഓടി നടക്കുകയാണ്. സത്യത്തിൽ തീവ്രമായ കൊതിയും അമിതമായ മോഹം വരുവാൻ ഒരാളെ ഉള്ളൂ, അത് യേശു കർത്താവാണ്. എന്ന് നമ്മൾ പാടിയതുപോലെ നമ്മുടെ മുന്നിൽ പിതാവായ ദൈവം വെച്ചിരുന്ന മഹത്വമേറിയ ആ പ്രത്യാശയുടെ ഓട്ടം, കാൽവറി ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി താഴ്ന്ന് ശൂന്യനാക്കപ്പെട്ട് ദാസരൂപമെടുത്ത് കടന്നു വന്ന യേശുവിനെ ഒന്ന് നോക്കിയാൽ, സ്തോത്രം, അവനോളം തീവ്രമായി ആഗ്രഹിക്കുവാൻ ലോകത്തിലൊന്നുമില്ല. സ്തോത്രം. ക്രിസ്തുവിനെ മാതൃകയാക്കി അവൻ ഓടുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു വസ്തു കിട്ടുന്നെന്ന് പറയുന്നത്, ഒരു വണ്ടി കിട്ടുന്നെന്ന് പറയുകയോ, ഒരു കാറ് കിട്ടുന്നെന്ന് പറയുകയോ, ഒരു ബൈക്ക് കിട്ടുന്നെന്ന് പറയുന്നോ, ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുക പോലുമില്ല. സ്തോത്രം. എനിക്ക് ദൈവദാസനെ ഒരു വഴി തുറന്നു, എനിക്ക് ദൈവദാസനെ ഒരു നന്മ ലഭിച്ചു എന്നൊക്കെ പറയുന്നത് സത്യം, നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ വെട്ടത്തെ ഒന്നുമില്ല. ഇതിനകത്ത് എന്തിരിക്കുന്നു? ഇതൊരു പക്ഷെ ഇന്ന് കിട്ടാം, നാളെ ഇതൊക്കെ നഷ്ടമാകാം. സ്തോത്രം. എന്നാൽ ഒരിക്കലും നഷ്ടമാകാതെ, നമ്മൾ പാടിയതുപോലെ ഒരിക്കലും നഷ്ടമാകാതെ, മനമേ ചഞ്ചലം എന്തിന്? കാരണം എന്താ? നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. സ്തോത്രം. നമ്മളെപ്പോഴും, ഞാനും പറയാറുള്ള, പല ദിവസം പറഞ്ഞിട്ടുള്ളത് പോലെ, ഈ വെള്ളപ്പൊക്കത്താൽ ഈ നദിയിൽ ഈ മരം അങ്ങ് വീണാലും ഈ മരത്തിനു മുകളിൽ ഇരിക്കുന്ന പക്ഷിക്കറിയാം, പറന്ന് പോകുവാൻ എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകും. സ്തോത്രം. ഇതാണ് ഉയരത്തിലുള്ളതിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ആ ഒരു ചിന്തകളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ അത്യാഗ്രഹമുള്ള മനുഷ്യരെ പറ്റി പറഞ്ഞാൽ, സ്തോത്രം, സത്യത്തിൽ തൃപ്തിയില്ലാത്തവരാണ്. ചിലർക്ക് ഒരു വസ്ത്രം എടുത്തു വീട്ടിൽ കൊണ്ടുവന്നു, സ്തോത്രം, പിന്നെ ചിന്തിക്കും, അവിടെ ഇരുന്ന വസ്ത്രം എടുത്താൽ മതിയായിരുന്നു. അപ്പൊ നമ്മള് വിശ്വാസികൾ വരുമ്പോൾ ചോദിക്കുകയാണ്, കല്യാണത്തിന് പാസ്റ്റേ വിടാൻ സാരിയില്ല, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഷർട്ടില്ല, കഴിഞ്ഞ ദിവസം അത് കൊള്ളത്തില്ല. സ്തോത്രം. ചില ആളുകൾക്ക് ഒന്നിലും തൃപ്തിയില്ല. സ്തോത്രം. തൃപ്തിയില്ലാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് അത്യാഗ്രഹത്തിലേക്കുള്ള യാത്രയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ, ഞാൻ ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അലംഭാവത്തോടെ ഇരിപ്പാൻ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം, വിശന്നിരിപ്പാൻ എനിക്കറിയാം. എല്ലാ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബാങ്കിലെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ തീരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? അപ്പോഴറിയാം നമുക്ക് അത്യാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴറിയാം നമ്മൾ ഇതിൽ മോഹിച്ചാണോ, ഇതിൽ ആശ്രയിച്ചാണോ ജീവിച്ചതെന്ന്. സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മീക ജീവിതത്തിന്റെ യാത്രയിൽ അദ്ദേഹം ചപ്പന്നും ചവറന്നും എണ്ണിയതാണ് നമ്മുടെ മഹത്വമെങ്കിൽ, നമ്മൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവരാണ്, ഭൂമിയിലുള്ളതിനു വേണ്ടി ജീവിക്കുന്നവരാണ്. സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് ശക്തി തരുന്നത് സമൃദ്ധിയല്ല, എനിക്ക് ശക്തി തരുന്നത് എന്റെ ദാരിദ്ര്യാവസ്ഥയുമല്ല, എനിക്ക് ശക്തി തരുന്നത് ഈ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലും യേശു കർത്താവാണ് എനിക്ക് ശക്തി തരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ശക്തിയെ, ഈ എന്താണ് നമുക്ക് ശക്തി തരുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങളെ ഞാൻ വിടുകയാണ്. ഞാൻ ചിന്തിക്കുന്നു എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയാം. സ്തോത്രം. ഈ പാപങ്ങള് കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുക, ഈ വക നിമിത്തം, ഏത് വക? മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇവിടെ വരുന്ന 2 വാക്കാണ്. ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇത് ഡയറക്റ്റ് പോകുന്നത് സഭയ്ക്ക് വേണ്ടിയല്ല, ഇത് ഡയറക്റ്റ് പോകുന്നത് അനുസരണം കെട്ടവർക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത, ക്രിസ്തുവിൽ ഇല്ലാത്തവർക്കാണ് ഡയറക്റ്റ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. സ്തോത്രം. ഈ ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് പറയുന്നത്
അത് സഭയോട് മാത്രമല്ല, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയല്ല. എന്നാൽ സഭയ്ക്കും അത് ഇല്ലാതാകുന്നില്ല. സഭയ്ക്ക് ഇല്ലാതാകുന്നില്ല എന്ന് പറയുമ്പോൾ ആത്യന്തികമായ ദൈവകോപത്തിലേക്ക് സഭ പോകുമെന്നല്ല അവിടെ പറയുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവിക ശിക്ഷണങ്ങളിൽ കൂടി ദൈവം നമ്മളെ നടത്തി സഭയെ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ഉണ്ട് ദൈവവചനത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 1 കൊരിന്ത്യ ലേഖനം 5, 6, 7 അധ്യായങ്ങളിൽ അങ്ങനെയുള്ള പാപങ്ങളിലേക്ക് കടന്നുപോയ ദൈവജനത്തെ ശക്തമായ രീതിയിൽ ആ വ്യക്തിയെ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ആ വ്യക്തിയെ ശിക്ഷണ നടപടികളിൽ കൂടി പിന്നീട് 2 കൊരിന്ത്യ ലേഖനത്തിൽ മടക്കി കൊണ്ടുവരുന്ന ഒരു ഭാഗവും ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഡയറക്റ്റ്. അതുകൊണ്ട് ദൈവത്തിന് വെറുപ്പുള്ളത് അത് ദൈവമക്കളോട് കാര്യത്തിലായാലും ദൈവം വെറുക്കുന്നുണ്ട്. സ്തോത്രം. അത് കേവലം ദൈവമക്കൾ അവിശ്വസിക്കുന്ന, കാരണം അനുസരണം കെട്ടവരെന്ന് പറയുന്ന വാക്കിന് മൂലഭാഷയിലെ അർത്ഥം അവിശ്വസിക്കുന്നവർ എന്നുമുണ്ട്. സ്തോത്രം. ആമേൻ. അനുസരണം കെട്ടവർ എന്ന് പറയുന്ന വാക്കിന് മൂലഭാഷയിൽ അവിശ്വസിക്കുന്നവരെന്നും ഒരർത്ഥമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവിശ്വസിക്കുന്നവരല്ല നമ്മൾ ആരും. സ്തോത്രം. എന്നാൽ അവിശ്വസിക്കുന്നവരല്ലാത്തത് കൊണ്ട്, വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഈ പാപങ്ങളിൽ തുടരുന്നവരെ കർത്താവിന് വളരെ സന്തോഷമാണെന്നല്ല അർത്ഥം. അവിശ്വാസികൾ ഈ പാപം നിമിത്തം ശക്തമായ ദൈവത്തിന്റെ കോപം. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ സോദോം ഗൊമോറയുടെ ആയിരുന്നാലും, ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ ജനം വഷളത്വത്തിലേക്ക് പോയപ്പോൾ ദൈവം അടുത്ത് വലിയ ജലപ്രളയത്തിൽ കൂടി കോപിച്ച ഒരു ഭാഗം നോക്കിയാലും പാപത്തിന്റെ ഈ തരത്തിലുള്ള വശങ്ങൾ അമിതമായി കടന്നു വന്നപ്പോൾ ദൈവം ശക്തമായി ജനത്തോട് ഇടപെട്ടിട്ടുണ്ടെന്ന് ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിലും ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഭാഗങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വായിച്ചാൽ ദൈവത്തിന്റെ കോപം അവിശ്വാസികളുടെ മേൽ വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ, ഞാൻ ഈ മുകളിൽ പറഞ്ഞ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ ചിന്തിക്കും, അവർ ദുർമോഹത്തിലാണല്ലോ, അവർ അത്യാഗ്രഹത്തിലാണല്ലോ, അവർ ദുർനടപ്പിലാണല്ലോ, അവർ അശുദ്ധിയിലാണല്ലോ. വലിയൊരു ദൈവകോപം അവർക്ക് വേണ്ടി വരുന്നുണ്ട്, നരകം. സ്തോത്രം. നമ്മൾ അതിൽ പതറരുത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 74-ാം അധ്യായത്തിലാണെന്ന്, 74-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. പാപം ചെയ്ത് സന്തോഷത്തോടെ സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ വളരെ ദുഃഖത്തോട് പറഞ്ഞു, അവർ വളരെ സന്തോഷത്തിലായിരിക്കുന്നു. നിരന്തരം ദൈവത്തെ അന്വേഷിക്കുന്ന എന്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളിലും തകർച്ചയിൽ കൂടി ഞാൻ കടന്നു പോകുന്നു. എന്നാൽ അവസാനം ആ സങ്കീർത്തനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? അവസാനം ഞാൻ ദൈവാലയത്തിലേക്ക് പോയി അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ അന്വേഷിച്ചു. നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. പിന്നത്തേതിൽ നീ ഞങ്ങളെ മടക്കിക്കൊണ്ടുവരും. എന്നാൽ അവർ എന്ത് പറ്റാൻ പോകുക? യാഥാർത്ഥമായ ദൈവകോപത്തിന്റെ അഗാധ കൂപത്തിലേക്ക് തള്ളിയിടുന്ന ഒരു നാളിൽ നമ്മൾ മനസ്സിലാക്കി ഇന്ന് സന്തോഷിക്കുന്നതിന്റെ വില മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും പാട്ട് പാടുന്നത് പോലെ അങ്ങേ കരയിൽ നേടിയത് എന്തെന്ന് നമ്മൾ അറിയും. സ്തോത്രം. ഇന്ന് വീടി വലിക്കാൻ അവസരമുള്ളപ്പോഴും, മദ്യപിക്കാൻ അവസരമുള്ളപ്പോഴും, പാപത്തിന്റെ അവസ്ഥകളിലേക്ക് പോകുവാൻ ഒത്തിരി അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും, ശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ സ്ഥാപനങ്ങളിലും ക്ലാസ് സ്കൂളുകളിലും കോളേജുകളിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടി നമ്മൾ ആ പാപങ്ങളിൽ പോകാത്തത് കൊണ്ട് ഒരുപക്ഷെ കളിയാക്കി പേടിയുള്ളവനെന്നോ പേടിയുള്ളവളെന്നോ പറഞ്ഞ് മാറ്റി നിർത്തി നമ്മളെ ഒരുപക്ഷെ നാണം കെടുത്തുമ്പോഴും നമുക്ക് ധൈര്യം തരുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ അകത്ത് അവർക്കില്ലാത്ത ഒരു പുതിയ ജീവൻ ലഭിച്ചിട്ടുണ്ട്. ആ ജീവനെ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. നമ്മളെ ഈ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നവർക്കും എടുത്ത് കളയുവാൻ കഴിയാത്തൊരു ജീവൻ യേശു നമ്മളിൽ തന്നിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ ജീവൻ നമ്മളിൽ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം രക്ഷ അത്രത്തോളം ശക്തമാണ്. കർത്താവിന്റെ ക്രൂശിൽ കൂടി ദൈവം നമുക്ക് സൗജന്യമായി തന്ന രക്ഷയുടെ ആഴം എത്ര വലുതായതുകൊണ്ട് ശിക്ഷണ നടപടികളിൽ കൂടിയോ സ്തോത്രം നമ്മളെ ഡിസിപ്ലിൻ ചെയ്തോ ദൈവം വഴി നടത്തുന്നുണ്ടെങ്കിലും തള്ളിക്കളയുവാൻ ദൈവത്തിന് മനസ്സില്ലാത്തത് കൊണ്ട് ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ദൈവകൃപയിൽ തന്നെ നിർത്തിക്കൊണ്ട് ദൈവം നമ്മളെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കൂടി ദൈവം നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ അന്തം എന്താണെന്നറിയാമോ? നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന, നമ്മുടെ കൂടെ ഇരുന്ന് പാപം ചെയ്യുന്ന
എത്രയോ പാപം ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ലാത്ത, പോക്കറ്റ് മണി പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന, പിന്നെയും മാർക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന, എത്ര കോപ്പി അടിച്ചിട്ടും എത്ര പാപം ചെയ്തിട്ടും നല്ല റാങ്കോടെ പാസ്സാകുന്ന, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയത്തിന് ജീവിതം ജീവിച്ചിട്ട് സാറുമാരുടെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ വളരെ പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് ലഭിക്കേണ്ട അംഗീകാരം അവർക്ക് ലഭിക്കുമ്പോൾ, കള്ളം കാണിച്ചിട്ട് അവർക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആകണ്ട. നമ്മുടെ സ്തോത്രം മഹത്വം ഇതുവരെ വന്നിട്ടില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കേണ്ട കിരീടം ലഭിക്കാൻ സമയമായിട്ടില്ല. നീതി സൂര്യൻ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരും. ലോകത്തിന്റെ മുന്നിലും, അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് തന്നെ വ്യക്തമായി കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് സന്തോഷിക്കാൻ, ഒരിക്കലും നമുക്ക് ഗമണ്ട് പറയുവാനില്ലാതെ, അഹങ്കാരം പറയുവാനില്ലാതെ, നമ്മുടെ മൂകരായി കർത്താവിന്റെ സന്നിധി ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാൻ വകയുള്ള ഒരു ദിവസം വരുന്നുണ്ട്. അവർ ദൈവകോപത്തിലേക്ക് പോകുന്ന നാളിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കടന്നു പോകും. സ്തോത്രം. അതാണ് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അത് അവർക്കില്ല, നമുക്കുണ്ട്. സ്തോത്രം. അത് നമ്മുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ സ്തോത്രം പാപം ചെയ്യുവാൻ ഒരുപക്ഷെ നിങ്ങളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ദൈവകോപത്തില. അവരെ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ പാപം ചെയ്യാമെന്നല്ല. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗവും വിടുകയാണ്. സ്തോത്രം. 7-ാമത്തെ വാക്യം ദൈവസേന നമുക്ക് അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും. അപ്പൊ നിങ്ങളും എന്ന് ഇപ്പോഴാണ് പറയുന്നത്, സഭയോട് പറയുകയാണ്. 6-ാം വാക്യം അനുസരിക്കാത്തവരോടാണ് പറഞ്ഞത്. ഇവിടെ 7-ാം വാക്യത്തിൽ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ സഭയോട് പറയുകയാണ്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അപ്പൊ ഇപ്പോൾ നടക്കരുതെന്നൊരു ധ്വനി അതിനകത്ത് തന്നെ ഉണ്ട്. നടക്കരുതെന്ന് തന്നെയാണ് കർത്താവ്. അത് കർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലെന്ന് തന്നെയാണ് അതിന്റെ ധ്വനി. സ്തോത്രം. അത് കർത്താവ് സപ്പോർട്ട് ചെയ്യുകയല്ല, അത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലുമില്ല കർത്താവ്. സ്തോത്രം. അതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പോകുന്നത് ആ 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച അവയിൽ ജീവിച്ചിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്ന 2 വാക്കുകൾ ശ്രദ്ധിച്ചോ. മുമ്പേ അവയിൽ നടന്നു പോന്നു. എന്നിട്ട് 8-ാം വാക്യത്തിൽ തുടക്കത്തിൽ പറയാ, ഇപ്പോഴോ. ആ വാക്യം ഇവിടുന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന പരദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ. അടുത്ത അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പേ ഒരു കാലമുണ്ടായിരുന്നു, ഇപ്പോഴും ഒരു കാലമുണ്ട്. സ്തോത്രം. നമുക്ക് മുമ്പൊരു കാലമുണ്ട്, ഇപ്പോഴൊരു കാലമുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ. ശ്രദ്ധിച്ചിരുന്നാട്ടെ. സ്തോത്രം. യേശു കർത്താവ് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിശദീകരിക്കേണ്ട ഭാഗമില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ഇനി അമ്മയുടെ ഗർഭത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ കയറി ഇനി രണ്ടാമത് ജനിക്കണോ? കർത്താവ് പറഞ്ഞു, അതല്ല ഞാൻ പറയുന്നത്, ആത്മാവിനാൽ ജനിക്കണമെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. ആ രണ്ടാമത്തെ ജനനം വിശ്വസിക്കാത്തവർക്ക് സംഭവിച്ചിട്ടില്ല. സ്തോത്രം. അവർക്ക് മുമ്പൊരു കാലമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കാലത്തിൽ തന്നെ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ കാലത്തെ നോക്കിയേ, നിങ്ങൾക്ക് മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്നു, അനുസരണക്കേടിന്റെ ഒരു കാലം. എന്നാൽ ഇപ്പോഴൊരു കാലമുണ്ട്. നമുക്ക് ഒരു മുമ്പുണ്ട്, ഒരു ഇപ്പോഴുണ്ട്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എല്ലാ ലേഖനങ്ങളിലും പറയുന്ന ഒരു വാക്കാണ് മുമ്പ്, ഇപ്പോൾ, അന്ന്, ഇന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തെ രണ്ടായി തന്നെ മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ ശ്രദ്ധയോടെ ഈ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, പല ആളുകളും അങ്ങ് മറന്നു പോവുകയാണ്. രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും വഴക്കിടുന്നതിന് ഒരു കുറവുമില്ല. സത്യത്തിൽ അത് കുറഞ്ഞു വരേണ്ടതാ. ഞാൻ ഒരിക്കലും പറയുന്നില്ല രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മൾ പൂർണ്ണമായി അങ്ങ് പെർഫെക്റ്റായി യേശുവിനെ പോലെയായി. അങ്ങനെയല്ല. നമ്മുടെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തിനും ശക്തമായ വ്യത്യാസം ദൈവവചനത്തിൽ പ്രകാരം കാണേണ്ടതാണ്. എന്നാൽ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെക്കാൾ കുറച്ചുകൂടി മോശമാവുകയാണ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ ജീവിതത്തെയും ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ
വളരെ മോശമായിട്ടാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഗലാത്യ ലേഖനം 1:13 ഒക്കെ പറയുന്നുണ്ട്. സ്വത്രം അത് നമുക്ക് പിന്നീട് വായിക്കാം. സ്വത്രം അവൻ എഫേസ്യ ലേഖനം പൊതുവിലുള്ള ആ സത്യം നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയാണ്. സ്വത്രം എഫേസ്യ ലേഖനം 2:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സ്വത്രം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ആമേൻ. നമുക്ക് പണ്ടത്തെ കാലത്തെ പറ്റി പൗലോസ് എഫെസ്യരോടും പറഞ്ഞത് തന്നെയാ. നമുക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. പല ആളുകൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചില സമയത്തെങ്കിലും പഴയ കാലത്തിൽ അങ്ങ് ജീവിക്കും. നമ്മൾ ക്രിസ്തുവിനാൽ മരണപ്പെട്ടവരാണെന്നും നമ്മൾ മരിപ്പിക്കേണ്ടവരാണെന്നും അത് വിശ്വസിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം മറന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് പോലെ ചില സമയത്തേക്കെങ്കിലും നമ്മൾ മറന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിച്ചുണർത്തുകയാണ്, മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നു, എന്നാൽ അതിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചു കൃപയാൽ. സ്തോത്രം. മുമ്പ് നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് മുമ്പത്തെ കാലത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഇന്നത്തെ കാലം അതല്ല. കർത്താവ് നമ്മളെ കൃപയാൽ രക്ഷിച്ചു. നമ്മൾ ഇന്ന് ചെളിയിലല്ല, നമ്മൾ ഇന്ന് അഴുക്കിലല്ല, നമ്മൾ ഇന്ന് താണു വീഴുന്ന വെള്ളത്തിലല്ല. കർത്താവിന്റെ രക്തമുഖാന്തരം, കർത്താവിന്റെ കരുണയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ ബോധ്യം പലപ്പോഴും വരുന്നില്ല. ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയട്ടെ, പലർക്കും വിശ്വാസം വരുന്നില്ല രക്ഷപ്പെട്ടെന്ന്. പലരോട് ചോദിച്ചാൽ അവർക്ക് പൂർണ്ണമായി ബോധ്യമില്ല സ്വർഗത്തിൽ പോകുമെന്ന്. സത്യത്തിൽ ഈ കൊലോസ്യ ലേഖനത്തിന്റെ 4 വരെയുള്ള വേദഭാഗങ്ങൾ, ഇനി താഴോട്ടുള്ള വേദഭാഗങ്ങൾ എന്താ പറയുന്നത്? ഇത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ പോകേണ്ടവർ ആയതുകൊണ്ടാ. സ്വർഗത്തിൽ പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നത്. ആമേൻ. ഇത് ചെയ്ത് നിങ്ങൾ സ്വർഗത്തിൽ പോയാട്ടെന്നല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വ്യക്തമായി, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അതൊന്ന് വായിച്ചാട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ പോകുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട്. സ്തോത്രം. ഇതിലാരും പതറരുത്, ഇതിലാർക്കും സംശയം തോന്നരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്തിനാ? നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുന്നത് എന്തിനാ? നമ്മൾ ഈ കർത്താവിൽ വന്നത് എന്തിനാ? നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ പോകുന്നത് ക്രിസ്തുവിൽ നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാ. നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടുമിരിക്കുന്നു. സ്തോത്രം. ഇത് നമ്മൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിയേ പറ്റൂ. ഇതേ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. കാരണം അങ്ങ് പോകുന്ന ഉറപ്പില്ലല്ലോ. ഞാൻ ഈ കൊലോസ്യ ലേഖനം പഠിപ്പിച്ചപ്പോൾ പലവട്ടം പറഞ്ഞ വാക്കാം, നമ്മൾ അങ്ങ് പോകും, അതുകൊണ്ട് നമുക്കിത് വേണ്ട. നമ്മൾ അങ്ങ് പോകും, അതുകൊണ്ട് ഈ വഴിയല്ല നമ്മുടെ വഴി, അത് നമ്മുടെ മുമ്പത്തെ വഴിയാ. നമ്മൾ അമേരിക്കൻ സിറ്റിസനായി അമേരിക്കയിൽ കൊണ്ടിരുത്തി, ഇനി നമ്മൾ അമേരിക്കയുടെ നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് പോലെ. ആ ഉദാഹരണം പെർഫെക്റ്റ് അല്ലെങ്കിലും കർത്താവ് നമ്മളെ രക്ഷിച്ചു, പാപത്തിന്റെ കയത്തിൽ നിന്ന് വിടുവിച്ച് അവന്റെ മകനായി മകളാക്കി. ഒരു യോഗ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കർത്താവ് കൊണ്ടിരുത്തി. മകനായതുകൊണ്ട് എൻ്റെ അപ്പനെ ഞാൻ അനുസരിക്കുന്നു, മകനായതുകൊണ്ട് എൻ്റെ അപ്പനെ ഞാൻ അംഗീകരിക്കുന്നു, മകളായതുകൊണ്ട് എൻ്റെ കർത്താവിന്റെ പുറകെ ഞാൻ സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ അപ്പന്റെ പുറകെ പോകുന്നേ? ഞാൻ മകളായില്ലെങ്കിൽ ഞാൻ എന്തിനാ അപ്പാ എന്ന് എൻ്റെ കർത്താവിനെ വിളിക്കുന്നേ? ഞാൻ മകനായില്ലെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ പിതാവിനെ എൻ്റെ അപ്പച്ചാ എന്ന് വിളിക്കുന്നേ? അപ്പനാക്കി കാൽവറിയുടെ കൊലമരത്തിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ച സെക്കൻഡിൽ ദൈവ മക്കളാക്കി പരിശുദ്ധാത്മാവ് നാമിനാൽ നിങ്ങൾ തീർക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലാകുന്നത് കൊണ്ടാ നിങ്ങൾക്ക് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ അങ്ങനല്ല.
സ്തോത്രം. ഇത് താഴോട്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനതൊന്ന് ആമേൻ ആദ്യം ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. സ്തോത്രം. ആമേൻ തീത്തോസിന്റെ ലേഖനത്തിലും ആമേൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ആമേൻ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ സമയമുണ്ടെങ്കിൽ. ആമേൻ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ദൈവസനെ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. അതിനുശേഷം ഫിലമോന്റെ ലേഖനം 1:11 ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം ഭയക്കുന്നവരും ആയിരുന്നുവല്ലോ. ആമേൻ. ഇനി ഫിലമോന്റെ ലേഖനം 1:11 വായിച്ചാട്ടെ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ആമേൻ. മുമ്പേ പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ പ്രയോജനമുള്ളവനായി. നമ്മുടെ ജീവിതത്തിന്റെ പലരുടെയും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഒനേസിമോസ് ഫിലമോന് കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ദുഃഖവാർത്തയായിരുന്നു ആ അടിമ. എന്നാൽ കർത്താവിനെ കണ്ടെത്തിയതിനു ശേഷം അപ്പോസ്തലനായ പൗലോസ് ഫിലമോനെ പറ്റി പറയുന്നത്, ഇപ്പോൾ അവൻ നമ്മുടെ സഹോദരനായി, അവൻ നമ്മുടെ കുടുംബത്തിലെ അംഗമായി. ആമേൻ ആമേൻ. ആമേൻ എൻ്റെ ആളാണ്, എൻ്റെ പുത്രനാണ്, എൻ്റെ വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് ഫിലമോന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമുക്കൊരു മുമ്പേ കാലഘട്ടം ഉണ്ടായിരുന്നു, ആർക്കും വേണ്ടാതെ കിടന്നൊരു കാലം. പിശാചിന്റെ അടിമത്വത്തിലും പിശാചിന്റെ കയത്തിലേക്കും പാപത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിനെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? എനിക്കെന്താ ക്രിസ്തുവിനെ പോലാകാൻ പറ്റാത്ത? എനിക്കെന്താ യേശു ഈ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റാത്തത്? എനിക്കെന്താ ഈ മനസ്സിൽ ഈ ചിന്ത കയറി വരുന്നത്? എനിക്കെന്താ ഈ പാപം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്? സ്തോത്രം. എൻ്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിൽ ഞാൻ മയങ്ങിപ്പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കോപം കടന്നു വരുന്നത്? അതൊക്കെയാണ് താഴോട്ട് പറയുന്നത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ക്രോധം കടന്നു വരുന്നു? എനിക്കെന്തുകൊണ്ട് ആ സാഹചര്യത്തെ കർത്താവ് നേരിട്ടതുപോലെ നേരിടുവാൻ കഴിഞ്ഞില്ല? ഈ തകർച്ചയോടെയാ യേശുവിന്റെ പിന്നാലെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായത്തിന് 4 മുതൽ ദയവായി പഠിക്കാതെ 5-ാം അധ്യായം വായിക്കരുതേ, അത് ദുരൂപദേശമായി പോകും എന്ന് ഞാൻ ഹൃദയംഗമായി നിങ്ങളോട് പറയട്ടെ. ക്രിസ്തുവിനെ നമ്മൾ അറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും ആഴത്തിലുള്ള സത്യങ്ങൾ കിടക്കുന്നത് അവിടെയാണ്. ഇത് ജസ്റ്റ് നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്നാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നിരുത്തിയ ആ വലിയ മഹത്വമേറിയ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും യേശുവിനെ യഥാർത്ഥമായി ഏറ്റെടുത്തിട്ടുള്ളവരാണെങ്കിൽ ദൈവവചനം നമുക്ക് ഉറപ്പുവരുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഇന്ന് ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്നെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിൽ നമ്മൾ ഒരുമിച്ച് അവന്റെ മുൻപാകെ പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്ന പാപങ്ങളെ, നമ്മുടെ പാപ സ്വഭാവങ്ങളെ മരിപ്പിപ്പീൻ. സ്തോത്രം. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വക നിമിത്ത ദൈവാനുസരണം വിട്ടവരെ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മക്കളെ നടക്കരുതേ, നടന്നു പോന്നു. ഇപ്പോൾ നമ്മൾ അതിൽ അന്ന് നടന്നു പോവുകയായിരുന്നു, റെഗുലറായി സംഭവിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പാപത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ഇറിറ്റേഷൻ വരികയാ, നമുക്കൊരു വിഷമം വരികയാ. ഇനി എന്തെങ്കിലും അറിയാതെ ചിന്തകളിൽ നമ്മൾ അല്പസമയത്തേക്ക് കുടുങ്ങിപ്പോയെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം. ഞാൻ എന്താ ആ ചിന്തയിൽ കുടുക്കപ്പെട്ടത്? കാരണം അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ ഭാരം പെടാത്ത ഒരു സമയം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഇതും പാപമായി തോന്നത്തക്ക രീതിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത ദിവസങ്ങളിലും ദൈവം ബാക്കി പറയുവാൻ ദൈവം സാഹചര്യങ്ങൾ ചെറുതത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയാറ്. ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ വക നിമിത്തം അവയിൽ ജീവിച്ചിരുന്ന കാലം മുമ്പേ അവയിൽ നിങ്ങൾ നടന്നു പോന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നു പോകുന്നില്ല. റെഗുലറായി നമ്മൾ അതിലല്ല. കർത്താവ് അതിലല്ലാതിരിക്കുവാൻ ദൈവം നമ്മളെ രക്ഷിച്ചു, വിടുവിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവീൻ.
സ്തോത്രം. ആമേൻ. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു പക്ഷേ ആമേൻ സമയം ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്ന ഭാഗങ്ങളെ നമ്മൾ വിട്ടുകളവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ വിചാരിച്ചാൽ കോപം മാറുമോ? പിന്നെ എങ്ങനെ കോപം മാറുന്നേ? ഞാൻ അതാണ് പറഞ്ഞത്. 1-2 അധ്യായങ്ങൾ മനസ്സിലായെങ്കിൽ കോപം മാറുവാൻ ഈ വചനത്താൽ നിങ്ങൾക്ക് കഴിയും. ശ്രദ്ധയോടെ ആ ഭാഗങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഇവിടെ ആദ്യം പറയുകയാണ് കോപം. നിങ്ങളും കോപം. ഈ കോപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ദൈവകോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായാൽ മതി. ഈ നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്നേഹം കിട്ടിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്നെക്കാൾ വിദ്യാഭ്യാസവും ജ്ഞാനവും ഉള്ളവരാണ്. സ്നേഹം കിട്ടാത്ത ഒരു മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട ഒരു കുഞ്ഞിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരെ പെട്ടെന്ന് അവരാരെയും സ്നേഹിക്കത്തില്ല, അല്ലെങ്കിൽ ആ സ്നേഹം അവർ അനുഭവിച്ചറിഞ്ഞില്ല. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും ഞാൻ ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 21-ാം അവിടെയാണ് പറയുന്നത് മുമ്പേ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവനായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടിയുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനുമായി തീർന്ന നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പിൽ നിൽക്കും. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളോളം എത്തുമെന്ന് വിശ്വസിക്കുക. മക്കളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാമോ? നമ്മുടെ എന്തോ യോഗ്യത കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മൾ കുറച്ചൊക്കെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ വലിയ പാവങ്ങളൊന്നും ചെറുപ്പത്തിൽ നമ്മൾ വീഴാഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പത്തിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ പരീക്ഷമാ പറഞ്ഞതുപോലെ അവർ മോഷ്ടാക്കൾ, അവർ വലിയ ദുർനടപ്പുകാർ, അവർ പിടിച്ചുപറിക്കാർ, ഞാൻ അങ്ങനല്ല, ഞാൻ കുറച്ചൊക്കെ ബെറ്ററാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകാത്തത്. എന്നാൽ ബൈബിൾ പറയുന്നത് ആ വ്യക്തിയും നമ്മളും, ഞാനിത് പറഞ്ഞു തീർന്നതാണ്, ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിന്റെ മുന്നിൽ യേശു സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കിയപ്പോൾ ഞാൻ വളരെ മോശമായിരുന്നു കർത്താവിന്റെ മുന്നിൽ. നമ്മുടെ ഒരു യോഗ്യതയുമില്ല. കൊരിന്ത്യ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? ഒന്നും അല്ലാത്തവരെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? ആരും പ്രശംസിപ്പാതിരിപ്പാൻ. സത്യത്തിൽ നമുക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ പരീക്ഷന്മാരെ പോലാവുക. സ്തോത്രം. ഇതിന്റെ അപകടം ഒന്ന് മനസ്സിലാക്കിയാട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പരീക്ഷഭക്തിയിലേക്ക് പോവുകയാണ്. ഈ കോപം വിട്ടുകളയുന്നത് എപ്പോഴാ? കർത്താവ് കോപിക്കേണ്ട എത്ര ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ വരെ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവം കോപിക്കേണ്ട എത്ര അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി? ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാട്ടെ. കർത്താവ് ഒരു സെക്കൻഡിൽ അവന്റെ കോപം നമ്മുടെ മേൽ ജ്വലിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടുമായിരുന്നോ? നമുക്ക് ഈ ഭൂമിയിൽ വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു? അവൻ തന്നിരിക്കുന്ന ഇത് സർക്കാർ നമ്മുടെ പൈസ കൊണ്ടൊന്നും ഇവിടെ വന്നതല്ല, ഇത് കർത്താവ് തന്നതല്ലേ. ഈ സൂര്യനെ നമുക്ക് ലഭിക്കുമായിരുന്നോ? ദൈവത്തിന്റെ കോപമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ആ കോപം അതുപോലെ നമ്മുടെ മേൽ വെളിപ്പെട്ടിട്ടില്ല. അവന്റെ ദീർഘക്ഷമയാണ് അവന്റെ കോപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെന്താ നമുക്ക് മറ്റുള്ളവരോട് കോപം വരുന്നേ? ഇത്രയും ക്ഷമിക്കപ്പെട്ട നമ്മൾ പിന്നെന്തിനാ അവരോട് നമുക്ക് ഇത്ര കോപം? അങ്ങനെ കർത്താവ് നമ്മളോട് കോപിച്ചിരുന്നെങ്കിലോ? ഇങ്ങനെയാണ് കോപം വിട്ടുകളയാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായത്തിൽ 4 വരെ മനസ്സിലാക്കാതെ ഈ കോപം പോകത്തില്ല. ഇത് നമ്മൾ പറഞ്ഞ കോപം പോവോ? ഞാൻ ഇന്ന് മുതൽ കോപിക്കില്ല. അപ്പൊ കോപം കേവലം നമ്മൾ പുറമേ കാണിക്കത്തില്ലെന്നേ ഉള്ളൂ, അകത്ത് കോപമുണ്ട്. പിന്നെ അത് വൈരാഗ്യവും. ഒരു ദിവസം നമ്മൾ ഇതെല്ലാം വെച്ച് അവരെ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ഇടിക്കാനും സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ ആളുകളുടെ മുന്നിൽ ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് താഴ്മ
താഴ്മയിൽ രസിച്ച് അഭിനയിച്ച് ജീവിക്കുക. പക്ഷെ നമുക്ക് താഴ്മയൊന്നുമില്ല. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറഞ്ഞ താഴ്മയിലേക്ക് ഇത് താഴോട്ട് വരുന്നുണ്ട്. കർത്താവ് നമ്മളോട് കോപിച്ചില്ല. ഓ, അത് മനസ്സിലാക്കണം കർത്താവേ. ഇപ്പൊ എന്നെ ഒരു പോലീസ് ഒരു തെറ്റിന് പിടിച്ചു എന്ന് വെച്ചു. ദൈവമേ പിടിച്ചില്ല, പിടിച്ച് തെറ്റ് പറ്റി. എന്നാൽ ആ മനുഷ്യൻ എന്നെ പിടിച്ച് ഈ UP-യിലെ ജയിലിൽ ഇടാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പൊ ദൈവനാമത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പിടിച്ചതെങ്കിൽ. പക്ഷെ ആ മനുഷ്യൻ, ആ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങള് മലയാളിയല്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുള്ളി അദ്ദേഹം എന്നോടൊന്ന് ക്ഷമിച്ചെന്ന് വെച്ചു. അല്ലെ, നിങ്ങൾ ചിന്തിച്ചാട്ടെ, UP വന്ന് ഇവിടെ അങ്ങനെ പിടിച്ചാൽ നമ്മുടെ അവസ്ഥ വലിയ ദുഃഖമാകും. പ്രത്യേകിച്ച് നമ്മളെ പിടിച്ചാൽ വിടത്തില്ല. അപ്പോൾ ആ പോലീസുകാരെ നമ്മളോട് പറയാം, പൊയ്ക്കോ, പെട്ടെന്ന് പൊയ്ക്കോ, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, ഒന്നും തരണ്ട, പൊയ്ക്കോ. ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ UP താമസിക്കുന്നുണ്ട്, എനിക്കത് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടേതായി ചിന്തിച്ചേ. അല്ലെങ്കിൽ UAE-യിൽ അവിടെയൊക്കെ കഴുത്ത് വെട്ടിക്കുകയല്ല, അങ്ങനെ ആമേൻ വലിയ ശിക്ഷ തരേണ്ട ഒരു കാര്യത്തെ സ്വത്രം നമ്മൾ കുടുക്കപ്പെട്ടു. പക്ഷെ അവിടെ വെച്ചിട്ട് നമ്മളെ അങ്ങ് വിടുക. ആ മനുഷ്യൻ നമ്മളെ പിടിച്ചു. എന്താണ് അവിടെ പിടിക്കുന്ന പോലീസിന്റെ പേരെല്ലാം ഞാൻ മറന്നുപോയി. സ്വത്രം അവർ ആ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ പിടിച്ചു. മയക്കുമരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കഴുത്ത് പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തീർന്നു പോകേണ്ടതാ. ആ മനുഷ്യൻ പറഞ്ഞു, മക്കളെ നിനക്ക് ഇത്ര വയസ്സല്ല ഉള്ളൂ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത, നീ പൊയ്ക്കോ, ഞാൻ നിന്റെ ഡീറ്റെയിൽ നോക്കും, 10 ദിവസത്തിനകത്ത് നീ UAE വിട്ടോണം, മേലാലിഞ്ഞോട്ട് വരരുത് എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വിടുവാണെന്ന് വെച്ചു. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് വന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും എന്നെ തെറി വിളിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യൂ? ഇത് കേവലം കഴുത്ത് വിട്ടുന്നത് രക്ഷപ്പെട്ടതല്ല, മരണകയമായ അല്ലെങ്കിൽ എന്താ ആത്യന്തികമായ കോപമായ നരകകൂപത്തിൽ നിന്നും നമ്മുടെ പ്രമാണവും നമ്മുടെ ജീവിതവും നോക്കിയവർ ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന എന്റെ ജീവിതത്തെ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ കോപം നീക്കിക്കളഞ്ഞു. ആ കോപമില്ലായ്മ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് യഥാർത്ഥത്തിലൊരു പ്രകാശമായി ജ്വലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുതൽ നമ്മുടെ കോപം മാറും. നമ്മൾ കൊച്ചുങ്ങളുടെ കോപിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ കോപിക്കുമ്പോഴോ, ഭാര്യയോട് കോപിക്കുമ്പോഴോ, അയലത്തുകാരോട് കോപിക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ ഇതാണ് വരുന്നത്, ദൈവം എന്നോട് എത്രമാത്രം കരുണ കാണിച്ചു. സ്തോത്രം. ആമേൻ. ഞാൻ വിചാരിക്കുകയാണ് ഈ ഭാഗം നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന്. സ്തോത്രം. ആമേൻ. ഇത് നേരാവണ്ണം മനസ്സിലാക്കി ഒരുപക്ഷെ ആമേൻ ദുർവ്യാഖ്യാനം, തെറ്റായ വ്യാഖ്യാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാൻ സാധ്യതയുമുണ്ട്. സ്തോത്രം. ആമേൻ. ആമേൻ. വേഗത്തിൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. അടുത്തതായി അവിടെ പറയുന്നത് കോപം കഴിഞ്ഞിട്ട് ക്രോധം. സ്തോത്രം. ആമേൻ. കഠിനമായ, ക്രൂരമായ, അല്ലെങ്കിൽ ഒരു ഉഗ്രമായി വരുന്ന ഒരു ഭാഗമാണ് ക്രോധം. ഈ ക്രോധത്തെ പറ്റിയും ദൈവമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. ദൈവത്തിന്റെ ക്രോധം ജലിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പഴയ നിയമത്തിൽ ഒത്തിരി ഉണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് ക്രോധം കാണിക്കാതെ ഇന്നും നമ്മളെ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ നമ്മുടെ എല്ലാ ചിന്തകളെയും നിലവുകളെയും അറിയുന്ന കർത്താവ് നമ്മളോട് ക്ഷമിച്ച് കൊണ്ടിരുത്തിയിരിക്കെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ക്രോധം, കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത കോപം, അല്ലെങ്കിൽ പെട്ടെന്ന് വൈര്യഭാവത്തോട് കടന്നു വരുന്ന, ഉഗ്രമായി കടന്നു വരുന്ന കോപം ചില ആളുകൾ പേടിപ്പിച്ചു കളയും. സ്തോത്രം. എല്ലാവരുടെ മുന്നിലും വളരെ ശാന്തന്മാരായി നിൽക്കും. അത് മുമ്പത്തെ കാലത്തിലാണ് നമ്മൾ അങ്ങനെ കോപിച്ചത്. എന്നാൽ കർത്താവ് നമ്മളെ അത്ര ഉഗ്ര കോപത്തിന് രക്ഷിച്ചു. പ്രാർത്ഥനയിലെങ്ങാനും നമ്മുടെ മ്യൂട്ടൊന്ന് മാറിപ്പോയാൽ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ വർത്തമാനം എങ്ങാനും നമ്മൾ കേട്ടുപോയാൽ അറിയാതെ, ദൈവമേ, കോപവും ക്രോധവും അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാതെ കേട്ടുപോകും. മ്യൂട്ടായതുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ അത് മുമ്പത്തെ കാലമായിരുന്നു. ചില ആന്റിമാര് സഭയിൽ വരുമ്പോൾ വളരെ പക്വതയോടെയാണ്, അങ്കിളുമാരും ഉണ്ട്. എന്നാൽ സഭയിൽ നിന്ന് പോയി വീട്ടിലേക്ക് പോകുന്ന വഴി മുതൽ, സ്തോത്രം, മൈക്കിൽ ബോക്സ് വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് സൗണ്ട്. ചില സാക്ഷ്യം പറയുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ല. വളരെ വളരെ എന്താണ് വളരെ ശബ്ദം കുറച്ചാണ്. എന്നാൽ മറ്റുള്ളവരാരെങ്കിലും ബസ്സിൽ യാത്രയുമേൽ എൻ്റെ സീറ്റിലോട് ചേർന്നിരുന്നു, ആ സമയത്ത് കൃപ വ്യാപരിക്കും, ഉഗ്രകോപം വെളിപ്പെടും.
നമുക്ക് സീറ്റ് ഇല്ലാത്തിടത്ത് കർത്താവിന്റെ രക്തത്താൽ ഒരു സീറ്റ് ഉണ്ടെന്നായി ആമേൻ ആമേൻ ആയിക്കഴിഞ്ഞെന്ന കർത്താവ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ്? പിന്നാണ് അരമണിക്കൂർ സഞ്ചരിക്കുന്ന ഒരു ബസ്സിനകത്ത് നമുക്ക് സീറ്റ് ഇച്ചിരി ഞെരുക്കിയിരുത്തിയത് നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നത്. ഈ കർത്താവ് രക്ഷിച്ച വഴിയറിഞ്ഞോ? എഫെസ്യലേഖനത്തിൽ പറഞ്ഞ സ്വർഗസ്ഥലങ്ങളിൽ അവൻ ഇരുത്തി. ഇത് അറിഞ്ഞോ? ഞാൻ അവിടെ യേശുപ്പച്ചൻ എനിക്കൊരു സീറ്റുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റുണ്ടെന്ന്. കർത്താവിന്റെ മഹത്വത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു വീടുണ്ടെന്ന്, അതിൽ അംഗങ്ങളായി കഴിഞ്ഞുവെന്ന്, അതിൽ നിങ്ങൾ ഇനി ഭാരപ്പെടണ്ട എന്ന്. അതുകൊണ്ട് നമുക്ക് ക്രോധവും കോപവും ഉപേക്ഷിക്കാൻ വകയുണ്ട്. കാരണം കർത്താവ് നമ്മളോട് കോപം കാണിക്കുന്നില്ല, ക്ഷമിക്കുന്നു. കർത്താവിന്റെ ക്രോധം വെളിപ്പെടേണ്ട സമയങ്ങളിൽ എത്രയോ സെക്കൻഡുകളിൽ കർത്താവ് നമുക്കിത് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അങ്ങനെയാണോ? കർത്താവ് നമ്മൾ ക്രോധം കാണിച്ചില്ലേ? അങ്ങനെ സത്യത്തിൽ കാണിച്ചിരുന്നെങ്കിലോ? നമുക്ക് പറയാം എന്നോട് കാണിച്ച ഞാൻ നിൽക്കത്തില്ലായിരുന്നു കേട്ടോ. സ്തോത്രം. എനിക്ക് പല പാപങ്ങളും രക്ഷിക്കപ്പെട്ട് ഒത്തിരി വർഷങ്ങൾ കഴിച്ചിട്ട് എനിക്ക് മനസ്സിലായത് പാപമാണെന്ന്. അപ്പൊ അതിനിടയ്ക്ക് വെച്ചങ്ങനെ ജീവിച്ചിരുന്നെങ്കിലോ? രക്ഷിക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ ഞാൻ കർത്താവിനൊന്നും നന്നായിട്ട് മനസ്സിലാക്കിയത് പോലും ഇല്ല. പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് കർത്താവ് എന്താണെന്ന് തന്നെ അറിയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കണ്ടേക്കാം. ദൈവമക്കളെ, കർത്താവിന്റെ ദയയല്ലാതെ, കർത്താവിന്റെ മഹാകരുണയല്ലാതെ, കർത്താവിന്റെ മഹാദയയല്ലാതെ ഒന്നുമില്ല എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. നമുക്ക് കോപം നമ്മുടെ മനസ്സിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവരെന്നോട് അത് ചെയ്തു പാസ്റ്റർ എന്നാണ് ബൈബിൾ പറയുന്നത്. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആരുടെയും മനസ്സിനകത്ത് കോപമില്ലെന്ന് ഞാൻ ചിന്തിക്കുക. സ്തോത്രം. അത് വൈരാഗ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി വേണ്ട, ഒരു സെക്കൻഡ് നമ്മുടെ കോപത്തെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ കൈ ഇതിനകത്ത് തൊടാൻ പറ്റത്തില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി. അങ്ങനെ തൊടാൻ ദൈവം ജീവൻ തന്നെങ്കിൽ, അങ്ങനെ ക്ഷമിച്ചതിന്റെ തെളിവെന്താണ്? കർത്താവ് ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ലേ? കർത്താവിന്റെ കരുണയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടെങ്കിലും കോപം തോന്നുന്നെങ്കിൽ, അമിതമായ ക്രോധം നമ്മുടെ അകത്ത് നിന്ന് കയറുന്നെങ്കിൽ ഇന്ന് രാത്രി വിട്ടുകള എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന. വാക്കിനെ അതുപോലെ മനസ്സിലാക്കിയിട്ട് വിട്ടുകള. കാരണം നമുക്ക് കിട്ടി മറ്റൊന്ന്, സ്നേഹം. വിട്ടുകള, നമുക്ക് ദയ കിട്ടി. വിട്ടുകള, അവൻ നമ്മളോട് കോപിച്ചില്ല, അവൻ നമ്മളോട് ദയ കാണിച്ചു, അവൻ നമ്മളോട് കരുണ കാണിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അത് തുടങ്ങിയാട്ടെ. പുറത്തുള്ളത് പിന്നെ, ആദ്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തുടങ്ങിയാട്ടെ, നമ്മുടെ സഭയിൽ തുടങ്ങിയാട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത് തുടങ്ങിയാട്ടെ, നമ്മുടെ പഠിത്ത മേഖലകളിൽ തുടങ്ങിയാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഈ വചനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ദയവായി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നും ഇരുന്നു കൊള്ളുന്നു.